ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ജ്യൂസാണ് കേട്ടോ. ഈ ഒരു ജ്യൂസ് കുടിച്ചാൽ നമുക്ക് ശരീരം ഉൾപ്പെടെ നിറം വെക്കാനും രക്തം വർദ്ധിക്കാനും എല്ലാം സഹായിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാനും വേണ്ടി പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ ആണ്. നമുക്ക് വേണ്ടത് കറുത്ത മുന്തിരിയാണ്. മുന്തിരി എന്ന് പറഞ്ഞാൽ നമ്മൾ ജ്യൂസ് അടിക്കുന്ന മുന്തിരി ഇല്ലേ, അത് പ്രത്യേകം വേറെ തന്നെ കിട്ടും. ജ്യൂസ് അടിക്കുന്ന മുന്തിരി എന്ന് പറഞ്ഞാൽ അത് നല്ല വൃത്തിയായിട്ട് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ. കഴുകിയെടുക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരു മുന്തിരിയിൽ ഒരുപാട് മരുന്നടിച്ചിട്ടാണ് വരിക. അപ്പോൾ അത്രയും നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഒരു സ്ക്വാഷ് പോലെ ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും മുന്തിരി എടുത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് കൂടുതൽ തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ മുന്തിരി കംപ്ലീറ്റ് മുങ്ങി നിൽക്കുന്നതിൻ്റെ മേലെയായിട്ട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യാനുസരണം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഡയറ്റെല്ലാം ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ജ്യൂസ് കുടിക്കാത്തതാണ് നല്ലത്. പിന്നെ ഷുഗറെല്ലാം ഉള്ളവരെല്ലാണെങ്കിലും കുടിക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഈ ഷുഗർ ഒഴിവാക്കിയിട്ട് എല്ലാവർക്കും ഇത് കുടിക്കുക കേട്ടോ. പിന്നെ ഷുഗർ ഇട്ടാലാണ് കുറച്ച് ടേസ്റ്റ് ഉണ്ടാകുക. ഷുഗർ ഒഴിവാക്കേണ്ടവർക്ക് ഷുഗർ ഒഴിവാക്കാം. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് തിളപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്തിരി നല്ലോണം ഒന്ന് വെന്ത് ആ ഒരു വെള്ളം ഒഴിക്കുന്ന സമയത്ത് നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ല ഫ്രഷ് വാട്ടർ ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഇത് തിളപ്പിച്ചെടുക്കാം. ആ ഒരു സമയത്ത് അതിൻ്റെ തൊലിയെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ കിട്ടി അതിൻ്റെ കംപ്ലീറ്റ് കളറ്, അതായത് കളറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്ത് ആ വെള്ളത്തിലേക്ക് കംപ്ലീറ്റ് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഈ ഒരു വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ മെല്ലെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഒരു സ്പൂൺ കൊണ്ട് മെല്ലെ ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ മുന്തിരി വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയെല്ലാം വേവിച്ച് അതിൻ്റെ സത്ത് കംപ്ലീറ്റ് ഈ വെള്ളത്തിലെടുത്തിട്ടുള്ള ഇതാണ് നമ്മൾ കുടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുന്തിരി അത്രയും വൃത്തിയായിട്ട് കഴുകിയെടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് മുന്തിരി ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ വീണ്ടും ഇത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടി വേവിക്കുക കേട്ടോ. ഈ അടിച്ചെടുത്ത മുന്തിരിയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് നല്ലോണം ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ കളറ് കാണുമ്പോൾ കംപ്ലീറ്റ് അതിൻ്റെ സത്ത് അതിൽ കംപ്ലീറ്റ് നല്ല രീതിയിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. മധുരം എല്ലാം അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ ചൂടൊന്ന് തണിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ചൂട് തണിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പയിൽ കൂടി ഇതൊന്ന് അരിച്ചെടുക്കുക. അരിപ്പയിൽ കൂടി അരിച്ചെടുക്കുന്നത് നമ്മൾ നേരത്തെ മുന്തിരി മാക്സിമം നമ്മൾ അടിച്ച് ഇതാക്കി കൊടുത്തിന്. അതുകൊണ്ട് തന്നെ ഈ ഒരു സത്തുണ്ടല്ലോ, ഇതാണ് നമ്മൾ കുടിക്കുക. ഇത് നമ്മൾ കൂടുതലാക്കി വെച്ചാൽ ഇതിൻ്റെ ബാക്കി നമുക്ക് ഒരു ബോട്ടിലിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു 3-4-5 ദിവസമെല്ലാം നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ നമ്മൾ പിഴിഞ്ഞെടുക്കുക, കംപ്ലീറ്റ് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ ഈ ഒരു നീര് നല്ലോണം ഇതാക്കി എടുത്താൽ നല്ലൊരു കട്ടി ഉണ്ടാവും, ഒരു സ്ക്വാഷ് പോലെ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചെടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും കുടിക്കുക കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങൾ പഞ്ചസാര ആഡ് ചെയ്യാണ്ട് ഇത് റെഡിയാക്കി വെക്കുക. എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും പഞ്ചസാര ഇട്ട് കുടിക്കണം തോന്നുമ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ്സിൽ പഞ്ചസാര ഇട്ടിട്ട് ഈ ഒരു ജ്യൂസ് എടുത്തിട്ട് വെച്ചിട്ട് കുടിച്ചാലും മതി. ഭയങ്കര ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, ബ്ലഡ് വെക്കാനും അതേപോലെ നിറം വർദ്ധിക്കാനും എല്ലാം സഹായിക്കുന്ന നല്ലൊരു ജ്യൂസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.